വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താ എല്ലാവർക്കും ആശ്ചര്യം, വീണ്ടും എനർജി വന്നു. യെസ്, ടുഡേ ബേബി ഈസ് ഷീൽഡ്. യെസ്, ടുഡേ ബേബി ഈസ് കമ്മിങ്, ഡാഡ ഈസ് കമ്മിങ്. അപ്പൊ സുനു ഉച്ചക്കാണ് അവളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കണേ. ബിക്കോസ് ഷീ ഹാഡ് ഓൺലൈൻ ക്ലാസ്, അതൊക്കെ കഴിഞ്ഞിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കണത്. സ്നാക്സ് കഴിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലായിരുന്നു. സോ ഷീസ് ഹാവിംഗ് ബ്രേക്ക്ഫാസ്റ്റ് റൈറ്റ് നൗ. അതിൻ്റെ ഇടയിൽ ഞാൻ ഫ്രഷായി വരുന്ന നടുവിൽ സൈഗു ഇവിടെ ലഡു ഒക്കെ തിന്നിട്ട് താഴെ മൊത്തമാക്കി വെച്ചിരിക്കുക. സോ ഈസ് പിസ്ഡ് ഓഫ് ഇതൊക്കെ കണ്ടിട്ട്. നീ എന്താണ് നന്നാവണം ചോദിച്ചിട്ട് പോയി. അപ്പോൾ ഞാൻ അവനൊരു ലഡു ഒക്കെ ഇട്ടിട്ട് ഫുൾ ഉറുമ്പ് വന്നേക്കുക. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. നോക്ക് നോക്ക് നോക്ക്, സൈഗു ആവ അലമ്പാക്കിയിട്ടത് നോക്ക്, എല്ലാവരും നോക്ക്. ഉറുമ്പ് വന്നിട്ട് എന്താ കാണിച്ചു വെച്ചേ? സോൻ മൂക്ക് കയറ്റോണ്ടിരിക്കണം. സോറി സോറി എന്നാ ആരെങ്കിലും മൂക്ക് കയറ്റി സോറി സോറി ചോദിക്കോ? എന്തിനാ മൂക്കിൽ എന്താ ഉള്ള ആനയാ? താഴെന്നല്ലേ? നീ അടിച്ചിടണ്ട, നമുക്കറിയാം. നീ വാ ഇങ്ങോട്ട്, ഓവറാക്കണ്ട. വാ വാ വാ. എന്താ കഴിക്കണേ? സീരിയസ്ലി അടിച്ചിടാൻ പോണെന്ന്. വാ ഇങ്ങോട്ട്. അത് ചൂലല്ലോ, വൈപ്പർ അല്ലേ അത്. എന്താ കഴിക്കണ സുനു? ചിക്കൻ കറി അല്ലേ? ക്ലാസ് ഒക്കെ കഴിഞ്ഞാ? ഏത് ക്ലാസ് ആയിരുന്നു? ഇന്ന് EVS ഉണ്ടായിരുന്നു, ഹിന്ദി ഉണ്ടായിരുന്നു, പിന്നെ PT ചെയ്തായിരുന്നോ? PT വാമപ്പ് ചെയ്ത്, പിന്നെ എയറോബിക് ഡാൻസ് എന്താണ് കളിച്ച്, പിന്നെ വണ്ടർ. ഓക്കെ, എവിടെ പോണ്? ഓക്കെ, സോ കുറച്ച് കാര്യമല്ല, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് വേണം എനിക്ക് എൻ്റെ വ്ളോഗ് കണ്ടിന്യൂ ചെയ്യാം. സോ ഇന്നലെ ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നല്ലോ വ്ളോഗിൽ. മൈ ഹോൾ ഫാമിലി വാസ് മൂഡ് ഓഫ്. പിന്നെ ഓക്കെ, അത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്ത്. സോ മൂഡ് ഓഫ് ആയാലും ഞാൻ വെറുതെ ഇരുന്നില്ല, വ്ളോഗൊക്കെ എടുത്ത്. യെസ്, ഓക്കെ, വ്ളോഗൊക്കെ എടുത്തോണ്ടുണ്ടായിരുന്നു. സോ ഞാൻ എന്താ പറയാൻ വന്നത്, അതിൽ കുറച്ച് കമൻസ് ഞാൻ കണ്ടായിരുന്നു. 2 ദിവസത്തേക്കല്ലേ പോയത്, ഇത്രയൊക്കെ കാണിക്കണോ? ആൻഡ് ഗൾഫിനൊന്നും പോയതല്ലല്ലോ മഷു, ഇങ്ങനെ ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് ആഫ്റ്റർ ഓൾ ബാംഗ്ലൂർ പോയതിന് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഗൾഫ്കാരെ വൈഫുകളൊക്കെ എന്ത് ചെയ്യണം, പ്രവാസികളെ വൈഫുകളൊക്കെ എന്ത് ചെയ്യണം? ആൻഡ് ഐ സേ യു വൺ തിങ്, നിങ്ങൾ ഒരാളായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. ബിക്കോസ് യു ഡോണ്ട് ഹാവ് റൈറ്റ്സ് ടു ജഡ്ജ് എനിബഡി. ചിലപ്പോൾ നിങ്ങളുടെ ക്യാരക്ടർ വേറെ ആയിരിക്കും, എൻ്റെ ക്യാരക്ടർ വേറെ. ഐ ആം ദ വൺ ഹു എക്സ്പ്രസ് മൈ ഫീലിങ്സ്. അത് സാഡ്നെസ് ആവട്ടെ, ഹാപ്പിനെസ് ആവട്ടെ, ഐ എക്സ്പ്രസ് ഇറ്റ്. എനിക്ക് സാഡ്നെസ് ആയാൽ ഞാൻ അത് ഷെയർ ചെയ്യും. ഐ ഫീൽ ലൈക്ക് എ ഫാമിലി. നിങ്ങളിപ്പോൾ ഫാമിലി പോലെ ഫീൽ ആയതുകൊണ്ട് ഐ ഷെയർ ഇറ്റ് വിത്ത് യു. എനിക്ക് അത് വേണമെങ്കിൽ ഹൈഡാക്കി വെക്കാം. പക്ഷെ എൻ്റെ വീട്ടിലെല്ലാം നടക്കുന്നത് ഐ ഡു എ വ്ളോഗ്, റൈറ്റ്? അപ്പോൾ സന്തോഷം മാത്രം ഞാൻ ഇങ്ങനെ വ്ളോഗാക്കി ഇരുന്നതിനേക്കാൾ അതിലൊരു റിയാലിറ്റി ഉണ്ടാവില്ല. സോ വെനെവർ ഐ ഗെറ്റ് സാഡ്, അതും ഞാൻ വ്ളോഗാക്കി ഇട്ടു. ദാറ്റ്സ് വാട്ട്. പിന്നെ അവിടെ ഒരാൾക്കും കമ്പയർ ചെയ്യാൻ പറ്റൂല. ഗൾഫ്കാരുടെ വൈഫുകൾ ചിലപ്പോൾ ദേ മൈറ്റ് ബി സ്ട്രോങ്. അവർ സ്ട്രോങ് ആയിരിക്കും. അവർക്ക് 1 year 2 year 3 year വെയിറ്റ് ചെയ്യാനുള്ള ആ ഒരു മെൻറ്റൽ സ്ട്രെങ്ത് ഉണ്ടാവും. ഐ എം നോട്ട് ലൈക്ക് ദാറ്റ്. എനിക്ക് എൻ്റെ ഹസ്ബൻഡ് ഇല്ലെങ്കിൽ ഈവൻ സിംഗിൾ ഡേ പോകുന്നത് എനിക്ക് ടഫസ്റ്റ് ആണത്. ബിക്കോസ് ഞാൻ മാരേജ് ആയിട്ട് ഇപ്പോൾ 3 years കഴിയാറായി. ഈവൻ എൻ്റെ വീട്ടിൽ പോലും ഞാൻ ഒറ്റ പോയിട്ട് ഇരിക്കാറില്ല. ബേബിയും ഞാനായിട്ട് പോവും, റിട്ടേൺ ഞാൻ ബേബി വരുമ്പോഴേ വരും. ബേബി ഇങ്ങനെ പറഞ്ഞാലും എനിക്ക് ഇരിക്കണോ 2 days എന്ന്, നോ, ഐ ഡോണ്ട് സ്റ്റേ. ബിക്കോസ് ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ്. എനിക്ക് ബേബി എവിടെയാണോ എനിക്ക് അവിടെ തന്നെ ഇരിക്കാനാണ് ഇഷ്ടം. സോ that's a small clearance. നിങ്ങൾ ക്ലിയർ ചെയ്തതേ ഉള്ളൂ. ആൻഡ് വേറെ എന്തെങ്കിലും പറയാനുണ്ടായിരുന്നു? that's it. All people are different, you know. Some people express their feeling, some may not. അത് എനിക്കറിയില്ല. അതിൽ കുറെ വ്യൂവേഴ്സും ഉണ്ടാവും. സോ ഐ ഡോണ്ട് കെയർ അബൌട്ട് ദാറ്റ്. എൻ്റെ ഫീലിങ്സ് ഞാൻ എക്സ്പ്രസ് ചെയ്യും. അത് ആർക്ക് കാണാൻ ഇഷ്ടമില്ലെങ്കിലും ഇഷ്ടമായെങ്കിലും ഐ ഡോണ്ട് ഗിവ് എ ഡാം ഫോർ ദാറ്റ്. സോ അത് എക്സ്പ്രസ് ചെയ്ത്, ദാറ്റ്സ് ഇറ്റ്. ടുഡേ baby is coming, so we are very happy. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഫുൾ എനർജറ്റിക് ആയിട്ട് ചെയ്യാം. സോ എൻ്റെ മേളത്തെ പണിയൊക്കെ കഴിഞ്ഞു. സോ ഐ ഗോട്ട് ഫ്രഷ്ഡ് ആൻഡ് കെയിം ഡൗൺ. ഇനി എനിക്ക് മട്ടൻ കറി വെക്കാനുണ്ട്. ഇന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള മട്ടൻ കറി വെക്കാമെന്ന് വിചാരിച്ചു, പെപ്പറൊക്കെ ഇട്ടിട്ട്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദാറ്റ്. നല്ല ചൂടാണ്. ആ ചൂടത്താണ് ഈ ഡെനിം ഞാൻ ഇട്ടേക്കും. ദിസ് ഇസ് മൈ ന്യൂ ഡ്രസ്. പുറത്തൊന്നും പോകാൻ പറ്റില്ല, അതുകൊണ്ട് വീട്ടിൽ തന്നെ ഇട്ട്. യെസ്, യാ
മുളക് കഴിച്ചാ? വെള്ളം കുടിക്കും. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഓക്കെ, പതിവ് പോലെ നമുക്ക് ആദ്യം ഓയിൽ ഒഴിക്കാം. ഓയിൽ ചൂടാകുമ്പോൾ നമുക്ക് കറി ലീഫ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇന്ന് അതിലോട്ട് നമുക്ക് അടിച്ചു വെച്ചിരിക്കുന്ന ഓണിയൻസ് ഇട്ട് കൊടുക്കാം. നല്ല രീതിയിലൊന്ന് സോട്ട് ചെയ്യാം നമുക്ക്. ഞാൻ അല്പം എണ്ണയായിരുന്നു ഇട്ട്, ഇപ്പോൾ കുറച്ച് ഗീ ഇടാം. ആൻഡ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കുക. അപ്പോൾ തന്നെ നല്ല രീതിയിൽ എല്ലാം ഒന്ന് നല്ല സോട്ട് ചെയ്തെടുക്കാം. അരച്ചു വെച്ചിരിക്കുന്ന മസാല ഇട്ട് കൊടുക്കാം. ഇത് ഗ്രീൻ ചില്ലി, പുതിന, കൊറിയാൻഡർ മസാലയാണ്. കൊറിയാൻഡർ പൗഡർ, ടർമറിക് പൗഡർ, പെപ്പർ പൗഡർ എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. നമ്മുടെ കറിക്ക് വേണ്ടിയുള്ള പൗഡേഴ്സ് ഒക്കെ നമ്മൾ ഇട്ടു. സോ അതൊന്ന് നല്ല രീതിയിൽ സോട്ട് ചെയ്തിട്ട് വേണം ടൊമാറ്റോ ഇടാൻ. ഈ ടൈപ്പ് കറി എൻ്റെ മമ്മ വെക്കും. ബേബിക്ക് ഭയങ്കര ഇഷ്ടമാണ് കറി. എത്ര പെട്ടെന്ന് തന്നെ വീട്ടിൽ പോകണം, പപ്പ മമ്മനെ ഇങ്ങോട്ട് കൊണ്ടുവരണം. സോ ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് തന്നെ നമ്മൾ വീട്ടിൽ പോകുന്നതായിരിക്കും. എനിക്ക് ബേബിക്ക് വന്ന വഴിക്ക് എന്തെങ്കിലും പ്രാങ്ക് കൊടുക്കണമെന്നുണ്ട്. ഐഡിയ കിട്ടില്ല എന്ത് ചെയ്യണമെന്ന്. ഞാൻ നേരത്തെ മുതൽ ചിന്തിക്കുന്നുണ്ടായിരുന്നു. നൂറായിസ് ഹലോ എന്തല്ലേ? ഓക്കെ ഓക്കെ സംസാരിച്ച് കഴിഞ്ഞു. അത് വേറൊരു ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് മാറ്റർ ആയിരുന്നു. സോ നമുക്ക് കറി നമ്മളെ ആയിക്കൊണ്ട് വന്നു. മസാല ഒക്കെ സോട്ട് ചെയ്തു. ഞാനിപ്പോൾ മട്ടൺ മസാല ഇട്ടായിരുന്നു. ആൻഡ് ഐ പുട്ട് ടൊമാറ്റോ ഓൾസോ. കഴിച്ചു. അടിപൊളി മട്ടൻ കറി ആയിരുന്നു. ആൻഡ് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളെ വീട്ടിലേക്ക് ഗസ്റ്റ് വന്നായിരുന്നു ഫ്രം കൊച്ചി, ഫോർട്ട് കൊച്ചി. വേറെ ഗസ്റ്റ് ആണോ? പാവകരിയോ? ആരാന്ന്? സോ ഓ മൈ ഗാഡ്, കറണ്ട് പോയി. അപ്പം ഫോർട്ട് കൊച്ചിന്ന് ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇതുവരെ സംസാരിച്ചു. ആൻഡ് കറന്റ്ലി ഇറ്റ്സ് 4:30, 4:30 മണിയായി. സോ ഓക്കെ, നമ്മുടെ ബേബി ഗാർഡനിലേക്ക് ന്യൂ സ്റ്റോക്സ് ഒക്കെ വന്നിട്ടുണ്ട്. അതെന്തായാലും ഞാൻ കുറച്ച് കാണിച്ചു തരാം. ഡീറ്റെയിൽ ആയിട്ട് ബേബി ഗാർഡൻ വീഡിയോയിൽ ബേബി വന്നിട്ട് കാണിക്കുന്നതായിരിക്കും. സോ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വെയിലൊക്കെ ആറിയിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, സ്റ്റേ ട്യൂൺഡ്. എന്താ ചെയ്യണേ വാവ? ചെറുപ്പിലാണോ കളിക്കണ ടോയ്സ്? സോ ബാഡ്, സോ ബാഡ്. ഡാഡ ഇച്ചിച്ചി അമ്പടിക്കും അങ്ങനെ കളിച്ച. ഇച്ചിച്ചി കാണിച്ച എടുക്കണ്ടേ? എന്താ ഷോ ആണോ? വാ, വലിയ ഷോ ആണ്. എപ്പോഴും പറയുമല്ല മച്ചും വീഡിയോ എടുക്കുന്നു. ഇന്നെന്താ എടുക്കണ്ട പറയണേ? വാവ, നമുക്ക് ഡാഡിനെ പ്രാങ്ക് ആക്കാം ഫോണില്. എങ്ങനെ പ്രാങ്ക് ആക്കാം? എന്തെന്ന് പറയണം പ്രാങ്ക് ആക്കുമ്പോ? ക്യാപ്റ്റൻ അമേരിക്ക എന്നാ ഞാൻ ഫോൺ വിളിക്കുന്നത്. ക്യാപ്റ്റൻ അമേരിക്ക എന്നാ. അപ്പൊ വിശ്വസിക്കോ ഡാഡാ?
ഓ ക്യാപ്റ്റൻ അമേരിക്ക വീണു. എവിടെ താങ്കളുടെ ഷീൽഡ്? എവിടെ? കയ്യിൽ പിടിക്കൂ. മാസ്ക് എവിടെ? Where is your mask, Captain America? വേണ്ടേ? സോ ഗൈസ്, നമ്മൾ ഇവിടെ സുഹാനിത്തയുടെ ചാനലിൽ ഒരു ഈസി ആയിട്ടുള്ള റെസിപ്പി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും സോനു സ്വീറ്റ് ആക്കുന്നതാണ് ഭയങ്കര ഇഷ്ടം. പുഡിങ് ആ കൊടുക്കത്തെ റീച്ചാണ്. എല്ലാവരും അത് ട്രൈ ചെയ്യും, നമുക്ക് ഇൻബോക്സ് ചെയ്യും. പക്ഷെ അത് മാത്രം നോക്കിയിട്ട് കാര്യമില്ല. ഡിഫറെന്റ് കറികൾ ഉണ്ടാക്കും, അത് നിങ്ങൾ ട്രൈ ചെയ്യണം. ആൻഡ് ഡിഫറെന്റ് റെസിപ്പീസ് ഒക്കെ നിങ്ങൾ ട്രൈ ചെയ്യണം. ഡോണ്ട് സ്റ്റിക്ക് ഓൺ ഓൺലി ടു പുഡിങ്. ഞാനും പറയും, മഷിനോട് പറയും, മഷി എന്താണ് പുഡിങ് ഉണ്ടാക്കുമ്പോൾ അവർക്ക് ഭയങ്കര സ്വീറ്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ ഇഷ്ടമാണ്. പക്ഷെ ഇതുപോലെ വട ഡെസേർട്ട് എവറിബഡി ലൈക്ക് ദാറ്റ്. വേറെ വല്ല കറീസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് താല്പര്യമില്ലെന്ന്. നിങ്ങൾ എന്താ പറയണത്? നിങ്ങൾ ഇതിൽ കമന്റ് ചെയ്യുക എങ്ങനത്തെ. സോ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയാണ് ഡിഫറെന്റ് റെസിപ്പീസ് ഒക്കെ ട്രൈ ചെയ്യുന്നത്. സോ യു ഹാവ് ടു ട്രൈ ദാറ്റ്. നിങ്ങളെല്ലാം പിന്നെ എല്ലാവരുടെ വീട്ടിലുണ്ടാകുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് മാക്സിമം നമ്മൾ ട്രൈ ചെയ്യാൻ നോക്കുന്നത്. ബിക്കോസ് ടഫ് ആവുന്നത് എല്ലാവർക്കും. സോ എനിവേ ഇന്ന് സോനോട് സിമ്പിൾ ആൻഡ് അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, എസ്പെഷ്യലി കിഡ്സ്. ഇവിടുത്തെ കിഡ്സിന് അത് ഭയങ്കര ഇഷ്ടമാണ്. സോ എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. സോ അത് ഈസിയും കൂടെയാണ്. വന്നല്ലോ വന്നല്ലോ ചുച്ചുകാരൻ, വന്നല്ലോ വന്നല്ലോ ചുച്ചുകാരൻ. സോ വീഡിയോന്റെ ഇടയിൽ സുസ്വയിപ്പിക്കാനും അതിനെന്തിനൊക്കെ നമ്മൾ പോകേണ്ടി വരും. സോ ഇത്ര ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ടാണ് ഇന്ന് സോനു ഉണ്ടാക്കാൻ പോണ റെസിപ്പി. അതെന്തായാലും സോനുന്റെ ചാനലിൽ നാളെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ ടു സോനസ് ചാനൽ. നമ്മളെ ബിബി ഗാർഡനിലേക്ക് വന്ന ന്യൂ സ്റ്റോക്സ് ആണ് എല്ലാം. ഓക്കെ, ഇതൊക്കെ ന്യൂ സ്റ്റോക്സ് ആണ്. നല്ല ഡിഫറെന്റ് കളക്ഷൻസ് വന്നിട്ടുണ്ട്. വെരിഗേറ്റഡ് ബൊഗൻവില്ലേ എല്ലാം. നോക്കിയ ഇവിടെ ഇത് കുറെ പ്ലാന്റ്സിന്റെ പേരൊന്നും എനിക്കറിയില്ല. എന്തായാലും നിങ്ങളെ ഇക്ക വന്നിട്ട് പറയുന്നതായിരിക്കും. ഇവിടെ ജാസ്മിൻ ഒക്കെ ഉണ്ട്. നല്ല ഡാർക്ക് അല്ലേ? ഇത് നമ്മളെ മേളിലുണ്ട്, പർഗോള. നല്ല സുലഭ ചെറിയ ഫ്ലവർ. ഞാൻ ശ്രദ്ധിച്ചില്ല അത്. അടിപൊളി, നൈസ്. ഈവൻ ദിസ് ഈസ് ഗുഡ്. Hello, Toby. Hello, Toby. How are you? ഹെയർ കട്ട് ഒക്കെ ചെയ്യണം ടോബിയെ. ഡാഡ വന്നിട്ട് ചെയ്യണം നമുക്ക്. ഓക്കെ, വേണ്ട 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 വേണ്ട. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവനെ മൊത്തം ഒരാളവിടെ ഇനിയും വിഷമിച്ചോണ്ടിരിക്കുക. സോ യെസ്, നമ്മളെ പരിപാടിക്ക് പോവാം. നമുക്ക് പ്രാങ്ക് ഒക്കെ ചെയ്യാനുള്ളതാണ്. സോ ലെറ്റ്സ് ബിഗിൻ ദാറ്റ്. സോ അതിനു മുമ്പ് ഞാൻ കളക്ഷൻസ് കാണിക്കാന്ന് വിചാരിച്ച് കാണിച്ചതാണ്. ഓക്കെ, വാവ്, ഈവനിങ് നോക്കെ, അടിപൊളി വ്യൂ. സോ ഗുഡ്. നമ്മളൊരു കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞു. അടിപൊളിയായിരുന്നു സംഭവം. കൈക്ക് ബായിക്കില്ല, 1-2 കിട്ടിയിട്ടുള്ളൂ. അപ്പൊ നമ്മൾ എന്തായാലും വീണ്ടും ഉണ്ടാക്കണം അല്ലെ? അപ്പൊ സൈഗോ വന്നേ ഇങ്ങോട്ട്. ഡാഡിനെ പ്രാങ്ക് ചെയ്യണ്ടേ നമുക്ക്? വീഡിയോയിൽ പറയാവാ. അപ്പൊ ആരാ പ്രാങ്ക് ചെയ്യാൻ പോണേ ഇന്ന് ഡാഡിനെ? വാവാ, വാവാ, മച്ചുമ്മി, ഉമ്മി, ദീദി ഡാഡിനെ പ്രാങ്ക് ചെയ്യും. ബിക്കോസ് ഡാഡ് ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രാങ്ക് ചെയ്യാൻ പറ്റൂല. നമുക്ക് ഡാഡിനെ പോലെ ഫുൾ ടെക്നിക്കലി നമ്മൾ അത്ര വലിയ ആൾക്കാരൊന്നും അല്ല. അപ്പൊ പുറത്തുള്ള സ്ഥിതിക്ക് ഇറ്റ്സ് വെരി ഈസി. എന്തറിയോ, 2 days ബാക്ക് ഇവിടെ ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. സോ അവർ പുറകെ ചോദിക്കാതെ സൈഗു പോയിട്ടുണ്ടായിരുന്നു. അവന് ആ ശീലം ഉണ്ടായിരുന്നില്ല. ഗാർഡനിൽ ചോദിക്കാതെ പോയി. അന്ന് അവനക്ക് വഴക്ക് കിട്ടിയായിരുന്നു. അപ്പൊ ഇന്ന് പോയില്ല. ഡാഡിന്റെ അടുത്ത് പറയൂല. അത് അവന് പേടിയാ. എപ്പോഴും നമ്മൾ പേടിപ്പിക്കൂ. ഡാഡിന്റെ അടുത്ത് പറയുന്നു. ഇന്നും ഞാൻ പറഞ്ഞല്ലോ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പൊ അവൻ ഓടാൻ പോയി. അപ്പൊ ഞാൻ പറഞ്ഞു,
ഡാഡിൻ്റെ അടുത്ത് ഞാൻ പറയുന്നു. അപ്പോൾ തന്നെ ഓടി വരുമോ ഡാഡിൻ്റെ അടുത്ത് പറയുമെന്ന് പറഞ്ഞാൽ. ഡാഡ് ബാംഗ്ലൂർ പോകുമ്പം വോൺ ചെയ്ത് പോയതാണ്, പുറത്തൊക്കെ പോകരുത്, എല്ലാവരും പിടിക്കും നിന്നെ അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ. സോ ആൾക്ക് പേടിയുണ്ട്, പക്ഷെ പോയും വേണം. സോ ഇന്ന് ഞാൻ ചിന്തിക്കണമായിരുന്നു ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് പ്രാങ്ക് ചെയ്താൽ അടിപൊളിയായിരിക്കും. ബിക്കോസ് അറിയാലോ ഇവിടെ ഉണ്ടെങ്കിൽ ഒത്ത് നമുക്ക് പ്രാങ്ക് ചെയ്യാൻ പറ്റൂല. സോ വിൽ പ്രാങ്ക് ഹിം. ഇപ്പോൾ എന്താ ചെയ്യാൻ പോണത്, ഞാൻ നോർമലി കോളാക്കും, ഈവനിങ് ആകുമ്പോൾ ഈ കോളാക്കും, നോർമലി സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ സോനു വേണം വന്നിട്ട് ആ ഒരു ഇതിൽ പറയാം, കാണുന്നില്ല സൈഗുനെ കാണുന്നില്ല എന്ന് പറയണ്ട, സൈഗുനെ കണ്ട ഗാർഡ് ഒന്ന് പോയി നോക്കിയാൽ ചോദിക്കാം. അപ്പോൾ ശരത്തും റോഹുലിൻ്റെ അടുത്തും നമ്മൾ ചോദിക്കാം. സോ അതനുസരിച്ചിട്ട് നാച്ചുറലായിട്ട് പോവാം നമുക്ക്. സോ ഞാൻ ബേബിനെ വിളിക്കട്ടെ. ഓക്കെ, സുനു എനിക്ക് ഷൂട്ട് ചെയ്ത് തരണം, എനിക്ക് 2 ഫോണും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. സോ മൊത്തത്തിൽ നമുക്ക് ഇന്ന് ഡാഡിനെ പറ്റിക്കാം അല്ലേ? സക്സസ് ആവല്ലേ അവ ഫുള്ള് റെഡിയാണ്. പ്രാങ്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവൻ ഭയങ്കര ഇഷ്ടമാണ്. സോ നമുക്ക് പ്രാങ്ക് ചെയ്യാം. ഓക്കെ, യെസ്. ഓക്കെ, എന്നാൽ ഞാൻ വിളിക്കട്ടെ. സോനു ഉള്ളിൽ നിന്ന് വാ. എന്തായാലും എവിടെ നിന്ന് വന്നാലും കുഴപ്പമില്ലല്ലോ, ബേബി കാണുന്നില്ല. വെയിറ്റ് ഇപ്പൊ പോവല്ലേ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സി ഇപ്പോൾ ഞാൻ ഇങ്ങനെ നോർമലി സംസാരിച്ചിരുന്നു, നീ വരുമ്പോൾ എനിക്ക് ചിരി വരും. സോ ഓഫ് കോഴ്സ് അത് നടക്കാൻ പോണില്ല. സോ വാട്ട് ഐ തോട്ട് ഈസ്, ഞാനിപ്പോൾ ഒരു 2 മിനിറ്റ്സ് ഇരുന്നിട്ട് ഞാൻ ചിന്തിക്കുമ്പോൾ ഞാൻ ഓൾറെഡി നമുക്ക് കാണുന്നില്ല, വെപ്രാളപ്പെട്ട് നമ്മൾ മൊത്തം സെർച്ച് ചെയ്ത് കാണണ്ടാകുമ്പോൾ ബേബിനെ വിളിക്കണേ. അങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ മൊത്തത്തിൽ ആൾക്ക് മനസ്സിലാവും ഫുള്ള് ഡൈപ്പാണ്. സോ നമ്മൾ ചിന്തിക്കണം ഓരോരോ ഇത് ചെയ്യുമ്പോൾ. കറക്റ്റ് ആക്ട് ചെയ്യാനേ പ്ലീസ്. വണ്ടി വേണമെങ്കിൽ കറക്റ്റ് ആക്ട് ചെയ്യണം. ഓക്കെ. ഹലോ ബേബി, നീ അല്ല എവിടെയാ പറ. ಬೇಬಿ ಅದಲ್ಲ, ನಾನಿಲ್ಲ ಸಾಯಿ ಕೂಡ ಜಂಡು ಬಟ್ಟ ಅವನು ಅಪರ ಗಾರ್ಡನ್ പോയപ്പോ ഞാൻ പറഞ്ഞോണ്ടിരുന്ന പോണ്ട നിങ്ങൾ പോകുമ്പോ പറഞ്ഞിട്ട് പോയിടേ. ഇപ്പൊ അവനെ കണ്ടോണ്ടില്ലേ, കണ്ടോണ്ടില്ല അവന്റെ ബഷി കാണാനില്ല സൈഗുന. ഇല്ല, ഞാൻ നോക്കി രോഹിനോ ശരത്തിനോടൊക്കെ ചോദിച്ചില്ലെന്ന്. നുപ്പടെ ഒരു ഗസ്റ്റ് വന്നിട്ടിരുന്നാറ്, അങ്ങ് വന്നപ്പോ അവൻ പുറത്ത് പോയിട്ടിരുന്ന. അപ്പൊ ഞാൻ മേടിച്ച് അങ്ങനെ ബാക്കിൽ പോയിടാണ്ട് അങ്ങനെ നമ്പർ പോലും ഇല്ല, എന്തുമില്ല. నాకు ടെൻഷൻ ആയോണ്ടില്ലേ, ಬೇಗ ಬಂಡೆ നീ. ബഷി ബേബി എന്തിനാ വെച്ചത്? പോലീസ് സ്റ്റേഷനിൽ വിളിക്കണായിരിക്കും. എത്ര ആയിട്ടുണ്ടാവും? തൃശ്ശൂർ എത്തിയെന്നല്ല പറഞ്ഞു. എന്തായിരിക്കും? എന്താടാ ഞാനാണെങ്കിൽ എനിക്ക് ചിരി കോൾ കട്ടാക്കി മനസ്സിലാവണില്ല. ഒന്നുകൂടെ വിളിക്കട്ടെ, പോലീസ് സ്റ്റേഷനിൽ വിളിക്കൂ. ഒന്നുകൂടെ വിളിക്കാം. എത്ര ആയിട്ടുണ്ടാവോ? തൃശ്ശൂർ എത്തിയെന്നല്ല പറഞ്ഞു. ഒന്നുകൂടെ വിളിക്കാം, കഴിക്കൽ വരക്കുണ്ട്. എവിടെയാണ് നിങ്ങ? എന്തിനാ ബേബി, ഞാൻ എന്ത് ചെയ്യണം? സീരിയസ് ആയി പോലീസുകാരെ വിളിക്കാൻ വേണ്ടിയിരിക്കും. നോക്കട്ടെ, വല്ല പോലീസിനൊക്കെ വിളിച്ചു പറയണ. പാവങ്ങള് ചിന്തിക്കാനുള്ള ബുദ്ധിയില്ലെന്നോട് എന്നെ പ്രാങ്ക് ചെയ്യാനെന്ന് നോക്കിയതാ. ഒരു നിമിഷത്തേക്ക് ഞാനത് പേടിച്ചെങ്കിലും ഈ ബുദ്ധിയില്ലടാ. CCTV ഫിറ്റ് ചെയ്യണമെന്നുള്ള ഓർമ്മ വിളിക്കില്ലേ ഞാൻ. വില വിളിക്കുന്നത് എനിക്ക് പിടിക്കണ്ടായിരുന്നു. അവിടെ ഇരുന്നിട്ടായി വിളിച്ചോണ്ടിരിക്കണത്. നോക്ക്, കൊച്ചവിടെ ഇരിക്കണം. സൈഗുനെ കാണുന്നില്ല പോലും. CCTVന്റെ ഫ്രണ്ട് വന്നു നിന്നിട്ടാണ് മന്ദബുദ്ധികള് പറയണ സൈഗുനെ കാണുന്നില്ലെന്ന്. ഭയങ്കര ബുദ്ധിയാണ്ട്ടെ. എന്താണാവോ തിന്നണത്? നോക്കി ആരടുത്ത്? എന്റെ അടുത്ത് ലോഡായിക്കൊണ്ടിരിക്കണ്. ലോഡ് ഇവിടെ റേഞ്ചില്ലെന്നോള്. ഉണ്ട്, ലൈവാണ് ഈ കാണുന്നത്. സൈഗിനെ കൈ പിടിച്ചിട്ടുണ്ട്. സൈഗിനെ കാണാനില്ല, ക്യാമറ ഒക്കെ വെച്ചിട്ടുണ്ട്. അയ്യോ, ലോഡാണ്. ഓക്കെ, ഇനി നമുക്ക് തിരിച്ചു വിളിക്കാം. തിരിച്ചു വിളിച്ചിട്ട് പണി നമുക്ക് കിട്ടുമോ? കളിയാക്കി ആക്ച്വലി ഐ തോട്ട് ഇത് സില്ലി ഒരു കാര്യം, ലൈക്ക് ഒരു
പെട്ടെന്ന് പറയാ. ബേബി ടെൻഷൻ അടിച്ചപ്പോ തന്നെ നമുക്ക് പറയാം. ഹലോ നിനക്കൊക്കെ ഒരിത്തിരിയെങ്കിലും ബുദ്ധി ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചു. ഒരിത്തിരിയെങ്കിലും ബുദ്ധി ഉണ്ടെന്ന് വിചാരിച്ചു. എടി പ്രാങ്ക് ചെയ്യുമ്പോഴല്ലേ ആ CCTVന്റെ മുമ്പിൽ നിന്ന് മാറി നിന്നിട്ട് പ്രാങ്ക് ചെയ്യും. മന്ന ബുദ്ധിയാണടി. എടി നീയൊക്കെ തിന്നട ചോറല്ലേ? മന്ന ബുദ്ധി. അവിടെ എത്ര ക്യാമറ സെറ്റ് ചെയ്യണം, അതിന്റെ മുമ്പിൽ ഇരുന്നിട്ടാണോ നീ പ്രാങ്ക് ചെയ്യാൻ നോക്കണെന്നെ? ഒരു ഇത്തിരി ബുദ്ധി. പിന്നെ ഞാൻ പിന്നെ അവിടെ CCTV സെറ്റ് ചെയ്തിട്ട് പോകാത്തില്ല. എനിക്കത് പ്രാന്ത. എനിക്ക് മൊബൈലിൽ കാണാലോ. അവരുടെ വിചാരം CCTV ടിവിയിൽ മാത്രമേ കാണുള്ളൂ എന്നല്ലേ ലൈവ്. ചെല്ല് നിങ്ങളൊന്നും ആയിട്ടില്ല എന്നെ പ്രാങ്ക് ചെയ്യാൻ. മനസ്സിലായി? നിങ്ങൾ ആയിട്ടില്ല, പ്രാങ്ക് ചെയ്യാൻ ആയിട്ടില്ല. അത് ഞാൻ അങ്ങോട്ട് ഇടക്ക് പ്രാങ്ക് തരും. അതവിടെ ഏറ്റു വാങ്ങിയാ മതി. മനസ്സിലായ? ശരി ശരി മതി. കഥയൊന്നും പറയാം. ആ കോള് കട്ടാക്കിയാൽ എനിക്ക് പെട്ടെന്ന് CCTV നോക്കാൻ വേണ്ടി അവരെ അങ്ങോട്ട് പോയി നോക്കാൻ വേണ്ടി. അപ്പൊ നോക്കുമ്പോ ലൈവിൽ തന്നെ കാണുന്നു നിങ്ങള് അതിന് മുമ്പിൽ ഇരുന്നിട്ട് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നു. ഒന്നും മിണ്ടാതിരിക്കുക പ്ലീസ്. എനിക്ക് നിന്റെ ബുദ്ധി തെളിയിച്ച് നല്ല രീതിയിൽ നിന്റെ ബുദ്ധി തെളിയിച്ചിട്ടുണ്ട്. ശരിയെന്നാ എടി ഇപ്പൊ മനസ്സിലായില്ലേ? നമ്മുടെ ഇപ്പൊ മനസ്സിലായില്ലേ? നിസ്സാരം 10ാം ക്ലാസ്സുകാരനെ കൊണ്ട് ഇത്രയൊക്കെ പറ്റും. മനസ്സിലായ? ലൈവ് പിന്നെ ലൈവ് കാണില്ലേ? അത് ഇപ്പൊ കോളിലല്ലേ? ഇപ്പൊ ലോഡാവൂല. ഇപ്പൊ കാണാം. നിങ്ങളെ കണ്ടോണ്ടിരിക്കണ്ടോടായിട്ട് ചമ്മുഖം. അതെ ടാറ്റ കളിക്കണ വഴി എന്നിട്ട് അയ്യടാ. ചമ്മിട്ട് ചമ്മുഖം കാണിക്കും. ചമ്മിട്ട് ഇങ്ങോട്ട് ക്യാമറയിലേക്ക് നോക്കിയേ. ക്യാമറയിലേക്ക് നോക്ക് ഇങ്ങോട്ട് നോക്ക്. അയ്യടാ വളിച്ച പോത്താട്ടല്ലാത്തിന്റെ. ശരിയല്ല ശരി ആയിക്കോട്ടെ. അതാ പറഞ്ഞ ചിന്തിക്കാനുള്ള ബുദ്ധിയില്ലെന്ന്. വീഡിയോസ് തന്നത് നല്ല ബുദ്ധി തന്നെയാണ്. പക്ഷെ നീയൊക്കെ കാണിച്ചാൽ മന്ന ബുദ്ധി തരായി പോയത്. അതൊക്കെ പിന്നെ ആവൂലേ? പിന്നെ സ്വന്തം മോനെ കാണലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പേടിയില്ലാണ്ട് പിന്നെ എന്ത് ചെയ്യും? എത്ര നേരത്തേക്ക് പ്രാങ്ക് കേൾക്കണം? 1 മിനിറ്റാ അല്ലെങ്കിൽ 30 സെക്കൻഡാ പ്രാങ്ക് കേട്ടത്? ചമ്മിട്ട് കിടന്ന് ഉരുണ്ട് കളിക്കണം. എന്തായാലും ഞാനൊക്കെ വിചാരിച്ചു ഒരു ഇത്തിരി ബുദ്ധിമുട്ടാണ്. 2 മിനിറ്റേക്കുള്ള ഇതുപോലെ അതാണ് ഒരു എഫക്ട് വേണ്ട. ഒരു 2 മിനിറ്റിന്റെ എഫക്ട് വേണ്ട. അതുപോലും കിട്ടിയില്ല. ഓക്കെ, അപ്പൊ എന്താ ഞാൻ പറയിപ്പിച്ചു. അപ്പൊ ആദ്യം ഞാൻ ചോദിച്ചു എന്താ നിങ്ങൾക്ക് പ്രാങ്ക്. ആദ്യം ദേഷ്യപ്പെട്ടല്ല. അപ്പൊ സോനം പറയും പിന്നെ ദേഷ്യം വരൂലേ? അപ്പൊ പിന്നുള്ളൊരു ടെൻഷൻ ആവൂലേ? അതാണ് നമുക്ക് വേണ്ടത്. ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് ടെൻഷൻ ആയല്ല. അപ്പൊ നമ്മൾ പ്രാങ്ക് സക്സീഡ് ആയിരിക്കുക. അപ്പൊ എന്തായാലും പ്രാങ്ക് പാളിയെന്ന് എനിക്ക് ക്യാപ്ഷൻ കൊടുക്കണ്ടല്ലോ. ഞാൻ ഡെയിലി തംബ്നെയിലിന് ക്യാപ്ഷന് വേണ്ടി വരുന്ന പാടുണ്ടല്ലോ ഗൈസ്. ദാറ്റ്സ് ഹിലേറിയസ്. അപ്പൊ സോനുണ്ട് എന്തായിരുന്നു പറഞ്ഞില്ലല്ലോ. സോനുന്റെ ഒരു സംഭവം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കുക്കിംഗ്. എന്തായാലും നാളെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ പോയി കാണും. അത് ഉണ്ടാക്കിയതിൽ ഇച്ചിരി ഉണ്ടാക്കിയുള്ളൂ. അത് മതിയില്ല. എന്തായാലും ഞങ്ങളിപ്പോ വീണ്ടും ഉണ്ടാക്കാൻ പോണേ. ബിക്കോസ് ഐ ബാഡ്ലി വോണ്ട് ദാറ്റ്സ് അമേസിംഗ് ടേസ്റ്റ് ആണ്. സോ നമുക്ക് ഇനി എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. Until then, stay tuned to our channel guys. Bye bye.